മധുരമാണ്. കറുവപ്പട്ടേൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്, നല്ലതാണ്. വെൽക്കം ബാക്ക് ടു സോൾട്ട് ആൻഡ് പെപ്പർ ഡിയോസ്. ഇന്ന് സാറ്റർഡേ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങി. കുറേ നാളായി ക്യൂൻസ് ഗേറ്റിലൊക്കെ ഒന്ന് വന്നിട്ട്. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോഴേ ഒരു സാധനം കണ്ടിട്ടുണ്ട്. നമ്മുടെ അരിക്കൊമ്പനൊക്കെ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടോക്കാം. പോയി കണ്ടാലോ? ഞാൻ അരിക്കൊമ്പനെ കാണാൻ എസ്കലേറ്ററിലൊക്കെ ഇറങ്ങിയാട്ടോ പോണേ. അവിടെ വേറെ ആരൊക്കെയുണ്ട്? ഹായ് സീബ്ര, ജിറാഫ്, സിംഹം, സിംഹം ഉണ്ട്, സിംഹം. സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മൾ അരിക്കൊമ്പനെ കാണാൻ എത്തിയിരിക്കുന്നു. അരിക്കൊമ്പൻ അപ്പുറത്തെ സൈഡിലാണ്. എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മച്ചാനല്ലേ ഇത്? സുന്ദര സുന്ദരാണ്, സുന്ദരാണ്. ശരിക്കും ഉണ്ടല്ലോ. അത് കുട്ടിയാനാണ്. അയ്യോ മറ്റേ വലിയാണ് ശരിക്കും. ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുറക്കുന്നുണ്ട് കേട്ടോ. ഇത് കുഞ്ഞനാന, ഇത് കുഞ്ഞായിരിക്കുമ്പോ. പിന്നെ ഏറ്റവും ഹൈറ്റില് ഏറ്റവും ഒരാളും ദൂരെ ആ നല്ലൊരു എന്താ പറയാ, ഒരു ഫോറസ്റ്റ് പോലത്തെ അങ്ങനെ ഒരു രീതിയിലാ ഇവര് ക്രിയേറ്റ് ചെയ്തോക്കണം. അപ്പൊ നമ്മുടെ അരിക്കൊമ്പന ഉണ്ട്, ജിറാഫെണ്ണ ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞു കുട്ടിക്കൊമ്പനുണ്ട്. കുട്ടിക്കൊമ്പനെ കണ്ടു. കുട്ടിക്കൊമ്പൻ കണ്ണൊക്കെ ഉരുട്ടിയിട്ട് നോക്കണം. ഇനി അപ്പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് നമ്മുടെ, ഞാൻ കാണിച്ചു തരാം. വാ. എന്താണ് ഫുഡൊന്നും കഴിച്ചില്ലേ? എന്നൊക്കെ വരുമ്പോഴുള്ള സീബ്ര കഴിച്ചു. അപ്പുറത്ത് ചിങ്കണ്ണി ഒതല കാട്ടിലെ രാജാവ് ആരാണ്? കാട്ടിലെ രാജാവാണ് സിംഹം. ഭയങ്കര ജടാനരകളൊക്കെ ബാധിച്ച സിംഹമാണ്. ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോസ് ഒക്കെ. കാട്ടിലെ രാജാവ് ആരാണ്? സിംഹം. ചെറിയല്ലാണ്. കണ്ണോർക്കുണ്ടാ നമ്മൾ നേരത്തെ ജിറാഫിനൊക്കെ കണ്ടില്ലേ? അവിടെ നിന്ന് ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഒരു വൈൽഡ് ലൈഫ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ സെറിമണിയാണ്.
നമ്മള് നമ്മുടെ ക്യൂൻസ് ഗേറ്റിന്റെ ഉള്ളിലത്തെ കുറച്ച് ഇവരുടെ എന്താ അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഇവരുടെ ഒരു ബാൻഡിന്റെ പ്രോഗ്രാം ആയിരുന്നു. പിന്നെ ഒരു ഇനാഗ്രൽ സെറമണി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അത് കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കത്തീഡ്രൽ സ്ക്വയർ അതൊന്നും ചർച്ചിന്റെ അവിടേക്കാണ് പോണത്. നല്ല കാറ്റുണ്ട്. അയ്യോ കണ്ടാ നല്ല കാറ്റുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ചന്തയുണ്ട്. നമുക്ക് ആ ചന്തയിലേക്ക് പോവാം. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാം. ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങാല്ലേ. കണ്ടാ നിറച്ച് ഷോപ്പുകൾ കിടക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. 1 by 1 നമുക്ക് പോയി നോക്കാം. ഫുഡ് ഉണ്ട്, ബാഗ്, പിന്നെന്താ കൊറേ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ. ബിരിയാണിയാണോടാ? നല്ല മണം. ഓക്കെ ബിരിയാണിയാ തോന്നുന്നു. നല്ല ഇത് മറ്റേതാട്ടോ. ഇവിടെ ഡെനിമിന്റെ ബാഗ് സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തോ ഫുഡ് കൊടുക്കണ്ടല്ലോ മറ്റത് ഹോം മെയ്ഡ്. ഷോപ്പ് ഫുഡ് നല്ല മണം കേട്ടോ. ചിക്കനും മട്ടനും ബീഫും സംഭവം നോക്കിയാലോ. എന്താ അവിടെ വന്ന പട്ടിക്കൽ ഫുഡാണുള്ളത്. അപ്പൊ കുറെ നേരം നമ്മൾ ഇവിടുത്തെ പുതിയ ഷോപ്പുകൾ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് സാറ്റർഡേ ആയ കാരണം ഇവരുടെ ഒരു മാർക്കറ്റ് പോലെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കത്തീഡ്രലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. അത് നമ്മൾ ഇറങ്ങി വന്നപ്പോൾ വിശന്നു. അപ്പൊ ഇപ്പൊ ഒരു പുതിയ സാധനം ഞങ്ങൾ കണ്ടു. അതാണ് ഇത്. സ്പൈസ്ഡ് ആപ്പിൾ കേക്ക് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ കണ്ടിട്ട് നല്ല മണമൊക്കെ ഉണ്ട്. എന്താ നമ്മുടെ ഈ കറുവപ്പട്ടേൻ്റെ ഒക്കെ മണക്ക് ഇതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ തിന്നിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. സ്പൈസ് ഒന്നുമില്ല, മധുരമാണ്. കറുവപ്പട്ടേൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. നല്ലതാ. അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഫിലിപ്പീനോസിൻ്റെ ഒരു ഷോപ്പും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡിഷ് നല്ലതാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എഗ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടേ. കാണിച്ചു തരാം. സി ഇതാണ് അവിടെ എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ട്രൈ ചെയ്യട്ടെ കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. ടേസ്റ്റ് അതേപോലെ ഞാൻ വിശ്വസിക്കുന്നു. ചൂടുണ്ട്. നല്ല നല്ല ചൂടുള്ള സാധനം. എഗ്ഗിൻ്റെയും മറ്റേ ഗ്രീൻ ബീൻസ് വെജിറ്റബിൾസിനൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സോസും കൂടെ ഒക്കെ തന്നെ, ബനാന സോസ്, ചില്ലി സോസ് എല്ലാം കൂടി ഒരു പിടിപിടിയണേ. പറയൂ, അപ്പൊ ഇന്നത്തെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ യാത്ര നല്ല മനസ്സ് നിറഞ്ഞൊരു യാത്രയായിരുന്നു. നമ്മൾ ആദ്യം തന്നെ കേക്ക് കഴിച്ചു. ആപ്പിളിന്റെ കേക്ക് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറൈറ്റി സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫിലിപ്പീനോസിന്റെ ഒരു നൂഡിൽസ് അല്ല, റൈസ്, എഗ് റൈസ് നമ്മൾ കഴിച്ചു. അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കണ്ടില്ലേ, പുറത്തൊക്കെ കാണുന്ന പോലെ തന്നെ കുറേ കൗണ്ടറുകളുണ്ട് പുറത്ത്. അപ്പോൾ ഓരോരുത്തരുടെ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡുകളിൽ ടെൻറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തം പ്രോഗ്രാം നടക്കുന്നുണ്ട്. വീക്കെൻഡ്സ് ആണല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, നല്ലൊരു ട്രിപ്പായിരുന്നു. നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് എപ്പോഴും വരാറുള്ളതാണ്. പക്ഷെ കുറേ നാളെ ഇവിടേക്ക് വന്നിട്ട് വന്ന് കറങ്ങിയിട്ട് എന്തെങ്കിലും പുതിയതിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. മാംഗോയെ അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെ. കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് ഒന്ന് കറങ്ങി അങ്ങനെ നടന്നു. അപ്പൊ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.